എത്ര തൂത്താലും വീട് വൃത്തിയാവത്തില്ല. അതെങ്ങനെ ഞാൻ മാത്രമല്ലേ ഉള്ളു വീട്ടിൽ. ആഹാ, ഡാഡി കിരിച്ചും കളിച്ച് നടക്കുകയാണോ? ഇതെന്തോ മനുഷ്യ ഡാഡി കളിച്ചല്ലടി. ആ പനി പിടിച്ചിട്ട് തണുപ്പ് ഇതുവരെ മാറിയുള്ളതാണ്. പണ്ട് നിങ്ങൾ കൂട്ടുകാരന്മാരുടെ കൂടെ വെള്ളമടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ആ സമയത്ത് നിങ്ങൾക്ക് വരേണ്ട പനിയാ. കണക്കായി പോയി, അനുഭവിച്ചു. ചാടി കളിക്കല്ലേ അങ്ങോട്ട്. എന്നിട്ട് നീ നിന്റെ അമ്മാവൻ നിന്റെ വീട്ടുകാരും കൂടെ കൂടി എന്നെ കുടി നിർത്താൻ വേണ്ടി അവിടെ കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ ഇപ്പൊ നീ വലിയ ആള് കളിച്ച് ഞാൻ കുടി നിർത്തിയല്ലോ. അനാവശ്യം എന്റെ അമ്മാവനെ പറയല്ലേ. അങ്ങനെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ മെൻഷൻ ചെയ്തു തന്നിട്ടുള്ളൂ. നല്ലത് ചെയ്തു തന്നെ. നിന്റെ അമ്മാവന്റെ കാര്യം മിണ്ടായിരിക്കാവോ? നരച്ച് കുടിയിലേക്ക് പോകാനായിട്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത് പെണ്ണും കെട്ടി പുള്ളി ടൂറാണ് മറ്റേ ഹണിമൂണാന്ന് പറഞ്ഞ് നടക്കുക. നാണം കെട്ടവൻ. പാളന്തോളം കൊടുക്കാം. അവന്റെ വയറ്റിൽ നിന്നൊക്കെ പോട്ടെ. നന്നായിട്ട് തേങ്ങ വൈകിട്ട് തേങ്ങാ ചമ്മന്തി വെക്കണം കേട്ടോ. ബണ്ണ് അവനെ ചായക്കകത്ത് മുക്കി തിന്നെ. ആൾക്കാരെ കൊണ്ട് പറയാൻ പറ്റും. എന്നാ ആര് എന്നെ നാണങ്ങള് അടുക്കള കൊണ്ടുപോയി കവറ് പൊട്ടിയോ ഞാൻ കൊണ്ട് വെച്ചോളാം. അവൻ ചുമ്മാ നാണക്കേടല്ല അമ്മ. നീ വയസ്സാം കാലത്ത് പെണ്ണും കെട്ടിട്ട് ഹണിമൂണെന്നും പറഞ്ഞ് കറക്കി കറക്കി നടക്കുന്നതാണല്ലോ. ആ ഞാൻ കൊണ്ടുപോവാ. പെണ്ണ് കെട്ടിട്ട് ഇപ്പൊ ഒരാഴ്ച ആയല്ലേ ഉള്ളൂ. ഞാൻ ഈജിപ്തിന് പോവാ. അവിടെ ആകുമ്പോ മമ്മീനെയും കാണാം. സ്വന്തം നല്ല കുമ്പളങ്ങി കിടന്നിട്ട് അവിടെ ഒന്നും കാണാൻ പോയിട്ടില്ല. എന്നിട്ട് ഈജിപ്തിന് പോവാ. അവിടെ പോന്ന് മമ്മീനെ കാണാൻ. എന്തിനാണ് ഈ സമയത്ത് കല്യാണം കഴിച്ചത്? എന്തിനാ കഴിച്ചത്? എടാ നീ എന്നെ പോലെ പ്രായമാകുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്നാ ബുദ്ധിമുട്ട്? പ്രായമാകുമ്പോ ഒരു സഹായത്തിന് വേണ്ടേ? ഇച്ചിരി വെള്ളം ചൂടാക്കി തരണ ആരാ ഉള്ളത്? ഒരു 300 ഹീറ്റർ വാങ്ങിച്ചാൽ തീരാവുന്ന കേസുള്ളൂ. അതിനാണ് 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത് കല്യാണം കഴിച്ചത്. എന്നിട്ട് പറയുക ചൂടാക്കാൻ വെള്ളം വേണം, വെള്ളം ചൂടാക്കണം. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു കുഞ്ഞെ, എത്ര പ്രാവശ്യം പറഞ്ഞടാ എനിക്കൊരു വേലക്കാരിനെ കണ്ടുപിടിച്ചതാണ്. നീ ഉണ്ടാക്കിയോ? കണ്ടുപിടിച്ചോ? നീ ഞാനൊരു വേലക്കാരനെ കണ്ടുപിടിച്ച് തന്നില്ലേ? പിന്നെ ആ വേലക്കാരനെ അമ്മാവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനും ആ പെണ്ണിന്റെ വീട്ടുകാരും എന്തോരം അലഞ്ഞെന്നറിയാവോ? എനിക്കറിയാവോ ആ നാണക്കെട്ട കേസ്? നീ ആ നാണക്കെട്ട കേസ് കളിപ്പിക്കും. നീ അതിലും വലിയ നാണക്കെടാ. എന്നാ കാണിച്ചെന്ന് നീ എന്നാ കാണിക്കാത്ത ഇവിടെ? നീ ഇവിടെ എന്നാ കാണിക്കുന്നേ? ഈ വീട്ടിലെ ഫുള്ള് ചെലവ് നടത്തുന്ന അവളല്ലേ. ആ പഞ്ചായത്തിൽ അവർക്ക് ജോലി ഉള്ളതാണ്ട് അവിടെ തൂത്തും തുറച്ചും കിട്ടുന്ന പൈസക്ക് ഇവിടെ വന്ന് അവൾ ഇവിടെ വന്ന് വേണ്ട സാധനം എല്ലാം കൊണ്ടുതരും. നീ ഇവിടെ കള്ളച്ചോറുണ്ട് ഇവിടെ ജീവിക്കുക. ഞാൻ ഗുജറാത്തിൽ പോയി പണിയെടുത്തില്ല. നീ ഗുജറാത്തിൽ പോയി പണിയെടുത്തുന്ന എന്നാ കാര്യം? നീ തൂക്കാൻ പോയതല്ലേ? എന്റെ പെണ്ണ് നീ കണ്ടു നോക്ക. അവളുടെ മോൻ നോക്കടാ. തങ്കം പോലത്തെ കൊച്ചല്ലേ അവള്. മാലാഖയല്ലേ എടാ അവള്. അവക്ക് നീ എന്ന് പറഞ്ഞാൽ ജീവനാ. നിനക്കാണ് ഒരു ജീവനും ഇല്ല. തോൽവിയും പരാജയമായിട്ട് ഇഷ്ടം. ഇവിടെ തങ്കക്കുടം പോലുള്ള സ്വഭാവം എന്നൊക്കെ എനിക്ക് അറിയാം. അങ്ങനെയല്ല കുഞ്ഞെ. എടാ ജീവിതം ആകുമ്പത്തേനും ഉണ്ടല്ലോ എനിക്ക് ഭാര്യയോട് സ്നേഹം വേണം. അറിയാം. അമ്മാനോട് അവളുടെ കാല് കഴി വെള്ളം കുടിക്കണം. നീ അത്രയും നന്മയുള്ള കാലും കൊണ്ട് അടിച്ച് വെള്ളം എടുത്തുണ്ടോ? ആ വെള്ളം തലയിൽ അണ്ണാക്കി ഞാൻ കുടിക്കുകയാണ്. പിന്നെ നിന്റെ ഈ കള്ളുകൂടി ഒന്ന് നിർത്തിയിട്ട്. ഞാൻ കള്ളുകൂടി നിർത്തിയല്ലോ. ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റാന്ന് നിനക്ക് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. അറിയാം. നിന്റെ ഈ കള്ളുകൂടി നിർത്തിട്ട് എന്റെ സ്ഥാനത്ത് നിന്നെ കൊണ്ട് നിർത്തണം. ഇന്നലെ പാലായിലുണ്ടായിരുന്നു. പാലായില് ബാറിന്റെ മുമ്പില് നിരാഹാര സമരം. ഞങ്ങൾ എന്നാ ജനം വരുന്നറിയാം അവിടെ. ഇന്നലെയായിരുന്നു ആ ബാറിൽ ഏറ്റവും കൂടുതൽ കച്ചവടം. കാരണം നിങ്ങൾ ചെന്നവരെല്ലാം ബാറി കയറി. എന്നാ അറിയത്തില്ല, വരുന്നവരൊക്കെ ബാറി കയറുക. ജനങ്ങൾ മൊത്തം പറയണ എന്നാ അറിയാമോ? അവിടെ ഈ മദ്യവിരുദ്ധ സമരത്തിന് വന്നവർക്ക് ചെലവ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അടി ബഹളം ഉണ്ടായത്. ആ ഡോക്ടർ ഇപ്പൊ ചെക്കപ്പിന് വരും. ചങ്കം കേരള കൊണ്ടോ നോക്കട്ടെ. ഏത് ഡോക്ടറാണ്? എനിക്കറിയില്ല. രമേശ് അങ്ങനെ പറഞ്ഞിട്ടൊരു ഡോക്ടറാ. അതെന്നാ സംഭവം ഞാനറിയോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടോ. ഞാൻ നോക്കാം. എന്താ വെടുകട്ടെ പരിപാടിയാ കാര്യം. പൗലോസ് ആത്താനിക്കൽ. അതോടെ ഹലോ കൂട്ടുകാരെ. മനസ്സിലായില്ല. ഡോക്ടറാണ്. വരൂന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ ഗബ്രിയേൽ ബാസ്റ്റിറ്റ്യൂട്ടാ. പ്രോസ്റ്റിറ്റ്യൂട്ടോ? അത് വൈഫാ. വൈഫോ?
അല്ലെന്ന് പ്രോസിക്യൂട്ടറാണ്. വൈഫ് വക്കീലാന്ന് പറഞ്ഞാ ഞാൻ പെട്ടെന്ന്. അപ്പേ എന്നാ ഈ ലക്ഷണം കണ്ടു തുടങ്ങിയെന്നാ? 3-5 മാസം കണ്ടായതേ ഉള്ളൂ. അതെ, ആ, 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 ചെറിയൊരു വയറിന്റെ ഒരു പ്രശ്നം തുടങ്ങിയതാണ്. അങ്ങനെയാണ്. അപ്പേ പ്ലപ്പാഞ്ചിക്ക് വിഷയമുണ്ട്. പ്ലപ്പാഞ്ചി ഏതൊരു നിങ്ങളുടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ രാത്രി കാലങ്ങളില് ഇളക്കമുണ്ടോ? ഇളക്കമുണ്ടോന്ന് ചോദിച്ചാൽ അത് ഈ സമയം സാഹചര്യം പോലെയാണല്ലോ എൻ്റെ ഒരു സംഭവം, അങ്ങനെയാണല്ലോ. പിന്നെ ഈ മൂത്രം എങ്ങനെയാ പോണെന്നാണോ? ആ മൂത്രം എങ്ങനെയാ പോണേ? അത് കാണിച്ചു തരുന്നു. അതല്ലെന്ന്, മൂത്രത്തിന്റെ കളർ വ്യത്യാസം വല്ലതും ഉണ്ടോന്നാണ് ചോദിച്ചത്. അത് ചില സമയങ്ങളിൽ നീ അല്ലേ ആഞ്ഞു പിടിച്ച് നീട്ടി കൊണ്ടുപോകണം, മഴവില്ല കളറൊക്കെ തോന്നും. ഇത് എന്റെ കുടുംബം. ഇത് പിന്നെ ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടോ? എന്തോ ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ തനിയാണോ കറക്കണേ, അത് പുറത്തുനിന്ന് ആള് വന്ന് കറക്കുവാണോ? അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാ. നിങ്ങൾക്ക് അത്ര പ്രായമല്ല, നിങ്ങൾക്ക് അത്ര ഇല്ല കുഴപ്പം. അല്ല ഇപ്പൊ ഉണ്ടല്ലോ, സർക്കാർ ഇപ്പൊ 6000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെഷീൻ കിട്ടും. ഇത് എന്നാ വർത്താനൊക്കെ പറഞ്ഞു ചുമ്മാ ആ വീട്ടിൽ കയറി വന്നിട്ട്. ഇല്ല അതുള്ളത് അല്ലെന്ന് ഞങ്ങളത് ശരിക്കും പറഞ്ഞ ഇപ്പൊ അല്ല അതങ്ങനെ എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട്? അതിപ്പോ അങ്ങനെ വന്നിട്ട് നോക്കുവോ? അമ്മാവനുണ്ടാകത്തെ ആയ ആൾക്കാരൊക്കെ ഉള്ളത്. അകിട് വീക്കം ഉണ്ടോന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. അകിട് വീക്കം ഉണ്ടോ? അകിട് വീക്കം ഉണ്ടോ എന്ന് അങ്ങനെ ഞാൻ ചോദിക്കാറൊന്നുമില്ല. അങ്ങനെയൊക്കെ ചോദിക്കും മോശമല്ല. ഞാൻ പശുവിനോട് ചോദിക്കാലോ. പശു പശു ഏത് പശു? ഇവിടെ പശു ഇല്ല. എങ്ങോടെ പോയത്? ഇപ്പൊ ആ തടിക്കിലെ പോലോസല്ലേ? എന്തോ ആ തടിക്ക് പോലോസല്ലേ അത്? ഇയാൾ ഏത് വീട്ടിലേക്കാണ് വലിഞ്ഞു കയറി വന്നേ? അപ്പൊ ആ തടിക്കിലെ പോലോസിന്റെ വീടല്ലേ? ഏത് ഡോക്ടർ? എന്നാ ഡോക്ടർ? മനുഷ്യൻ നോക്കാൻ വന്നതാണോ? അല്ലെന്ന്, ഞാൻ മൃഗ ഡോക്ടറാണ്. പശുവിനെ നോക്കാൻ നന്ദിരി പശു എന്ന് പറഞ്ഞ പശു ഉണ്ടാ തനിക്കിലെ പൗലോസിന്റെ വീട്ടിൽ. അത് നോക്കാനായിട്ട് മുനിസിപ്പാലിറ്റിന്ന് ഇതൊന്നും വിട്ടേക്കണല്ലേ? നിങ്ങൾ വീട് മാറിപ്പോയി. അത്താണിക്കിലെ പൗലോസിന്റെ വീട് ആ മതിലിന്റെ അപ്പുറം നിന്ന് അങ്ങോട്ട് പോകണം. അങ്ങനെയാണോ? കഥ കണ്ടുപിടിക്കാം. ഒന്ന് കൊണ്ടുവിടാം. എന്തോ ഒന്ന് കൊണ്ടുവിടാം. ഒന്ന് കൊണ്ടുവിടാം. എങ്ങോട്ട് കൊണ്ടുപോകാവുന്നു? നമ്മുടെ ആ തനിയെ പൗലോസ് ഇതാ കഷ്ടത്തിലേക്ക് വെച്ചത്. ഇവിടെ കൊണ്ടുവിടാം. രാവിലെ നേരം ഇവിടെ ഇറങ്ങിട്ട് മതിലിൽ പിടിച്ചങ്ങ് പോയാൽ മതി, തെറ്റൂല. ആ മതിൽ തീരുന്ന അവരുടെ വീട്ടിലാ. എന്നാ ഇനി നോക്കണ കുഞ്ഞ്? തുണ്ടമ്പറമ്പിൽ മേരി. അങ്ങോട്ട് അതിലെ പോയാ തുണ്ടമ്പറമ്പിൽ മേരി അത്താനിക്ക് ഓരോ തോൽവി. ആ നീ വന്നോ? പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും സാധനം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് പോയിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ നിന്റെ പനിയും വേറെ ലക്ക അവിടെ മാറിക്കോളും. എന്നെ ഇതിനകത്ത് ശരിക്കും എന്നെ ശരിക്കും ഇതിനകത്ത് എന്നാന്ന് പറഞ്ഞു? എടാ ഇത് പച്ചമരുന്നല്ലേ, ചരട്ടത്തിൽ ഞാൻ മറ്റേ കുതിരക്ക് കൊടുക്കുന്ന കട്ടൻ റബ്ബ് ചേർത്ത് വെച്ചാക്കിയത്. ഞാൻ കുറച്ചു നേരമായിട്ടുള്ളൂ പച്ചമരുന്നായിട്ടേ പച്ചമരുന്നായിട്ട് ഒറ്റകൂലിയായിട്ട് വന്നതാ. പിന്നെ വിനോദ് കുടി നിർത്തിയിട്ടൊക്കെ എങ്ങനെ ഹാപ്പിയാണോ? ഒരു കുഴപ്പമില്ല, ഇപ്പൊ എന്റെ ചേട്ടൻ ഹാപ്പിയാണ്. ഞങ്ങളുടെ ജീവിതം സമാധാനത്തിലാ പോകുന്നത് ഇപ്പൊ. ഞാനും നിർത്തി, ഞാനും കുടി നിർത്തി. നിർത്തിയോ? ആ ഞാൻ നിർത്തി, കുടി നിർത്തി. അപ്പൊ ഞാൻ ഇന്നലെ മറ്റേ വഴിയില് കിടക്കുന്ന കണ്ടതോ കുടിച്ചിട്ട്? അല്ല കിടന്നില്ലേ? ആ കിടന്ന് കിടപ്പിൽ ഞാൻ ഒരു തീരുമാനം എടുത്ത് ഞാൻ കുടിക്കണില്ല. അത് അങ്ങനെ അടിച്ചിരുന്നല്ലേ? നീ നിർത്തിയാ ഞാനും നിർത്തണ്ടേ? ഞങ്ങള് ഒന്നിച്ച് നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു. അല്ല ഈ ബാക്കിൽ നീർക്കെട്ടിലുള്ള മരുന്നാന്നേ. നീർക്കെട്ടിലുള്ള പച്ചമരുന്ന്. പച്ചമരുന്ന്. ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ആവി പിടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ആവി പിടിച്ചിട്ട് ഇതൊന്ന് കുടിക്കണം. ഞാൻ ആവി പിടിച്ചിട്ട് അതാ വിജയനാണോ വന്നേ? വിജയനാണോ? എന്താ മാവാ? ഞാൻ കുറെ ആളായിട്ട് കാണണം. ഇവിടെ വൈകിട്ട് കുറെ ദിവസമായി കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. അവനിപ്പം നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാ കേട്ടെന്നറിയാവോ? എന്റെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് ആയിട്ട് അവനെ കൊണ്ടിരുത്തണം. നീ നിർത്തിയോ?
ഞാൻ കൊണ്ട് നിർത്തി ഏ? നിർത്തി നീ നിർത്തിക്കോ, എന്നിട്ട് നീ അവനെ സെക്കൻഡ് അതിന്റെ വൈസ് പ്രസിഡന്റ് നീയാ. ഞാൻ മാറും. എന്നെ കൊണ്ട് നിർത്തും. ആ പഴം വേണോ? ഞാൻ കൂടി തുടങ്ങാം. ഏ അതിലും നല്ലതാ ഏതാ കൊണ്ട് നിർത്തണത്. എന്നാ ഒതുക്കുന്നേ? എന്നാ ഓ ഇത് നീർക്കെട്ടിനുള്ള വരുത്താ. എന്നാ നീർക്കെട്ട്? അല്ലെ ശരീരത്തിലെ നീർക്കെട്ടുണ്ടെങ്കിൽ മാറും. അപ്പൊ വിജയന് വയ്യാന്ന് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു. ആർക്കാ? അപ്പൊ ഞാനൊരു കണക്കിന് യൂതൊന്ന് ഒപ്പിച്ച് മേടിച്ചോണ്ട് വന്നാ. ആർക്കാ നീ? വിജയന് വയ്യാലോ, അവനെന്നാ? ശരീരം വേദന നീർക്കെട്ടൊക്കെ ഉണ്ട്, ജലദോഷമൊക്കെ ഉണ്ട്, അത് മാറും. നല്ല വരുത്താ. എനിക്ക് നീർക്കെട്ടാ. ആ കഴിഞ്ഞ ദിവസം പാലായിൽ മദ്യപിച്ച സമയത്ത് പ്രകടനം നടക്കുക. അപ്പൊ ഒരു പയ്യൻ 10-12 വയസ്സുള്ളൂ. അവന് ഒരു 5 കിലോ കട്ടി വെച്ച് എന്റെ നെഞ്ചും കൂടെ ഒറ്റ ഇടിയാ. എനിക്ക് അതും കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അന്നേ അങ്ങോട്ട് കുടിച്ചു. ഇത് തരാൻ പറ്റൂല. നീ അഞ്ചടാ. ഇത് തന്നെ വിജയ മറ്റേ ഇവൻ എന്നെ 10 കിലോന്റെ കട്ടിക്കിടിക്കും. 10 കിലോ നാട്ടിക്ക് നീ കൊണ്ടുപോകാ. അത് നീ ഞാനത് നോക്കണം. ശ്വാസം കിട്ടി എനിക്ക് അവിടെ ചെല്ലുമ്പോ പ്രസംഗിക്കേണ്ടതാ. നീ വിട്ടേ നല്ല മണമൊക്കെയുണ്ട്. എത്ര അളവ് വേണമെന്നെല്ലാം പറയൂ അവര്. അളവ് നമ്മുടെ ഇഷ്ടത്തിന്. ആ കത്തി ഇറങ്ങും കേട്ടോ. എന്നാന്നറിയത്തില്ല. നല്ല വരുന്നോ ഒറ്റ മൂല്യ കുഴപ്പമില്ല. അങ്ങോട്ട് നോക്കോളും. സെലിമോളെ ഒറ്റേ ഇച്ചിരി പച്ചവെള്ളം എന്തെങ്കിലും ഉണ്ടായിരുന്നേ, തിന്നാൻ എന്തെങ്കിലും എടുത്ത്. കത്തി എരിയുന്നുണ്ട് നെഞ്ചും കൂടെ. എന്നാന്നറിയത്തില്ലല്ലോ. ഇതെന്നാ ഇത്? ഇതെന്നാ പഴമല്ലേ? എനിക്കിട്ടോ. അതെനിക്ക് തിരിച്ചു കണ്ടപ്പോ തോന്നി. എന്നാ നടത്തില്ല? ഇത് നല്ലതാ കേട്ടോ. നല്ല പഴോ? ഇവിടെ തരാവടാ പഴോ. ഇത് മതി. എന്നാ നടത്തില്ല? വയറ്റിൽ കിടന്ന് കുണുകുണു. എന്നാ കുണുകുണുവിന് വേണമെങ്കിൽ കുറച്ചുകൂടി അടിക്കാം. ആ അതന്നെ. പാലായിലെ സമരം പോലെ അല്ല, നാളെ കോട്ടയത്തുണ്ട്. അതെല്ലേ? ഇനിയിപ്പോ എന്നാ സമരമൊക്കെ ഇനിയിപ്പോ എങ്ങനെയൊക്കെ പോണം? ഇഷ്ടമുള്ളവർ വന്നാൽ മതി. നീ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ മൊത്തം കറങ്ങുവാണല്ലോ. നിനക്ക് വിജയാനന്ദില്ലേ, തമിഴ്നാടൻ? അയാളുടെ ഷേപ്പുണ്ട്. അങ്ങനെ പിടിച്ച ആരെ കുഞ്ഞു കൃഷ്ണകുട്ടിയാണോ? കൃഷ്ണകുട്ടിയെ എന്റെ ഒറ്റയടിക്ക് വിഴുങ്ങി, ഒറ്റമൂലി എടുത്ത് ഒറ്റ വിളിക്ക് വിഴുങ്ങി. ഞാൻ പറഞ്ഞു കുടിക്കലോടെ കിളവാന്നു. കുഞ്ഞുമോനെ കൃഷ്ണൻകുട്ടി ഞാൻ വെള്ളം കുടിക്കണ. അമ്മാവൻ അങ്ങനെ കാല് പിടിക്കേണ്ട കാര്യം എന്നാ? അമ്മാവൻ ഞാൻ പറയട്ടെ, ഇത്ര പൊന്നു പോലൊരു പെണ്ണിനെ എനിക്ക് തന്ന്, അമ്മാവന്റെ മരുമോളെ എനിക്ക് തന്നിട്ട് പിന്നെ അമ്മാവൻ അതുപോലൊരു മാലാകനെ എന്റെ കൈ തന്ന്. ആര് മാലാക? അമ്മാവന്റെ മരുമോള്. അവളല്ല മാലാക, നീയാ മാലാക. നീയാ നന്മയോൻ. നീ ആരാ? അവള് അല്ല അമ്മാവാ, തങ്കക്കൂടം പോലെ ഒരു പെണ്ണ്, ഞാൻ എന്ന് പറഞ്ഞാൽ ജീവനായിട്ട് നടക്കുന്ന ഒരു പെണ്ണല്ലേ അമ്മാവാ അവള്? അല്ലല്ല, തെറ്റി. അല്ല, എന്നെ ജീവിതത്തിൽ അവള് എന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണല്ലേ അമ്മാവ അവള്? ഒരിക്കലും അല്ല. സത്യം ഞാൻ പറയാം. അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SSLC കഴിഞ്ഞ അവധിക്കാലം 2 മാസത്തെ അവധിക്ക് അവളുടെ അമ്മയോട് കുമളി പോയി. അവിടെ കുമളി ചെന്നപ്പം അവിടെ ദൊപ്പയ്യാന്ന് പറഞ്ഞൊരു തമിഴൻ, അവന്റെ കൂടെ അവൾ ഒളിച്ചുപോയി. 3 മാസക്കാലം അവന്റെ കൂടെ താമസിച്ചു. സത്യം? അവൾക്ക് വയറ്റിലുണ്ടായി. അറിയോ? എന്റെ പെങ്ങളെ മോളാവള്. അറിയോ? പിന്നെയോ? പാവമാവൻ പറ അമ്മാവ. പിന്നെ നീ കഴിഞ്ഞ 6 മാസം മുമ്പ് നീ ഗുജറാത്തിൽ പോയില്ലേ? ഗുജറാത്ത് പണിക്ക് പോയി, വെൽഡിങ്ങിന്. അപ്പോൾ ഞാൻ മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, വാഗമൺ എല്ലാം കറങ്ങുമായിരുന്നു. അല്ല അമ്മാവനെ അപ്പൊ ഞാൻ വീട് ഏൽപ്പിച്ചിട്ട് പോയല്ലേ അമ്മാവ, പിന്നെ അമ്മാവൻ അതിൽ കടന്ന് കറങ്ങണ എന്നതിനാ? പിന്നെ നിന്റെ ഭാര്യ അതിലെ കിടന്ന് കറങ്ങുമായിരുന്നു. അവളെ തപ്പി ഞാൻ അലയുമായിരുന്നു. മനസ്സിലായില്ലേ? അമ്മാവന്റെ ആളെ അമ്മാവൻ ആള് എന്റെ എന്റെ മനസ്സിൽ നിന്ന് ഇതൊക്കെ പോകണമല്ലോ. എനിക്കിപ്പോഴാണ് ഒരു സന്തോഷം. സമാധാനം. അമ്മാവനെ എനിക്ക് കെട്ടിച്ചു തന്ന അമ്മാവന്റെ മരുമോള് പഴമുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം തരാം, ഞാൻ ശരിക്കും തരുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം
ഒരു കറക്കമൊക്കെ കറങ്ങി തമിഴിൻ്റെ തൊപ്പയ്യ. തൊപ്പയ്യ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ അല്ലേ ഗുജറാത്ത് വെള്ളിങ്ങിന് പോയപ്പോഴാണ് നീ പോയപ്പോൾ. ആ ആണോ? അതെ ആണോ? അതെ അതെ. അതാണ് ഈ കാലം ഇത്രയായിട്ടും മാലാക പൊന്നും കൊടുത്ത മോള്, അതെ അതെ നല്ല സ്വഭാവം. അതെ നല്ല സ്വഭാവം എന്നൊക്കെ പറഞ്ഞതല്ലേ? ആ അല്ലേ? ഇതായിരുന്നു അതായിരുന്നു പടുകളവാ. ആ എൻ്റെ തലയെ കൊണ്ടുവന്ന് ഈ വധുവിനെ കൊണ്ടുവന്ന് കെട്ടി വെച്ചിട്ട് മാലാകയാന്നും പറഞ്ഞ് അലകെ എൻ്റെ ജീവിതം കളഞ്ഞിട്ട് നിൽക്കുക അല്ലേ? നീ പാവം, ആ നീ നന്മയുള്ള, ആ ആ, നീയാടാ ഒരു മനുഷ്യൻ. ആ. മനുഷ്യനെ ചേട്ടാ ചേട്ടാ ഓ, ബാ ഏട്ടാ, പോയി ആഹാരം കഴിക്കാം. ഏട്ടൻ അറിയാലോ, ഏട്ടൻ കഴിച്ചാലേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ബാ, ചോറ് എനിക്ക് വിശന്നിട്ട് വയ്യ. തൊപ്പയ്യാനെ വിളിക്കണി, തൊപ്പയ്യല്ലേ? നിനക്ക് പോണം, നിനക്ക് പോണം. എഴുന്നേക്കടി, എഴുന്നേക്കടി. ഇപ്പൊ ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്, ഇപ്പൊ ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. നീ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ കുമിളിയിൽ നിന്റെ അമ്മയുടെ വീട്ടിൽ പോയതും അവിടെ നിന്ന് നീ തൊപ്പയ്യയുടെ കൂടെ തമിഴ്നാടിന് കറങ്ങിയതും അവിടെ വെച്ച് 2 മാസം എന്നെ കൊണ്ട് പറയിക്കരുത്. ഒരു കാര്യം ചെയ്യാം, ഇറങ്ങാം എന്റെ വീട്ടിൽ നിന്ന്. പാടുകളവാ, നിന്റെ ബോധം തെളിയിട്ടോ. അയ്യോ, വെളുന്നാനത്തെ അജിയല്ലേ ചെന പിടിപ്പിക്കാനുള്ള മരുന്നായിട്ട് വന്നാ? വെളുന്നാനത്തെ അജിയല്ലേ ഇത്? ആണെങ്കിൽ പശുവിന് ചെന പിടിപ്പിക്കാനുള്ള മരുന്നായിട്ട് വന്നത്. ഇവിടെ ആൾക്കാരെ വിളിക്കേ. പശു എവിടെയാ? എവിടെയാ? വെളുന്നാനത്തെ മേരി ഒന്നും എവിടെയാ? ഇത് എത്ര പേർക്കുള്ള തന്നെ ഉണ്ട്? പഞ്ചായത്തിൽ നിന്ന് 7 ഡോസ് തന്നു വിട്ടേക്കണതാ. കൊടുക്കണം. വെളുന്നാനത്തെ അരി അങ്ങാണ്ട് കണ്ടിട്ടില്ലല്ലോ. എവിടെയാ? വീടെവിടെയാ? പാർട്ടക്കളവ് കുറച്ചു മുമ്പ് ഇയാൾ ഇതിൽ കയറി വന്നല്ലേ? അന്നേരം പറഞ്ഞോ ഈ വീടല്ലാന്ന് പറഞ്ഞോ? ആ മതിലെ പിടിച്ച് പോകാൻ പറഞ്ഞോ? ആ മതിലെ പിടിച്ച് അതിന്റെ അറ്റത്ത് ഇറങ്ങി വീണ്ടും കയറി വന്നേക്കോളൂ. എല്ലാവരും വഴിയായി വീട്ടിലിട്ട് ഇനിയിപ്പ അജീവൊളിന്താനത്ത് കഴിഞ്ഞ്. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ സുശീലേ, നരശാർദൂല കർത്തവ്യം. സുശീലേ, ദേ സൗണ്ട് ഇപ്പോഴാ ശരിയായ. സുശീലേ, നീ അവിടെ പോവാ. അവളോട് ഗ്ലാസ് കട്ടൻ കാപ്പി എടുക്കാൻ വന്നു. ഞാൻ ഇന്നലെ കിടന്നപ്പോഴേ പെട്ടെന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഇതേനാ ആരോട് കട്ടൻ കാപ്പി എടുക്കാനാ പറഞ്ഞത്? ഇതിലി ഏച്ചി എൻ്റെ പെങ്ങളെ മോള്, നിന്റെ കെട്ടിയോളോ അല്ല പിന്നെ ആരാ? നീ കള്ളു കുടിച്ചോ? നീ പിന്നെ തുടങ്ങി മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് ആണെന്ന് നീ. എന്താ പ്രായമുള്ള ഇത്ര ഞാൻ ചോദിക്കുമായിരുന്നു കേട്ടോ. എഴുന്നേറ്റോ. എൻ്റെ കള്ളുകൂടി നിർത്തിയിട്ട് കള്ളിച്ചിരിപ്പോ അകത്തി ചെന്നപ്പോഴല്ലേ സത്യം മൊത്തം പുറത്തായത്. എന്നാ ഇയാളുടെ പെങ്ങടെ മോള് ഇത്ര വൃത്തികെട്ടവളാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്നാ താൻ ആ സത്യം മൊത്തം പറഞ്ഞു. ഇന്നലെ ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടു വിട്ടു. ഇനി ഇപ്പം ഇറങ്ങിക്കോണം താൻ ഇവിടുന്ന്. ഇനി ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി ഇവിടുന്ന്. നിനക്ക് ഭ്രാന്താ? എനിക്ക് ഭ്രാന്തല്ല. ഇറങ്ങണം അവിടെ. ഒത്തത് തരില്ല. അതെ, വീട്ടുകാരോട് സന്തോഷ വാർത്തയുണ്ട്. ഇവിടുത്തെ നന്ദിനിക്ക് ചെനയുണ്ട്. പോക്കോളാ.